തിരുവനന്തപുരത്ത് 5 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജില്ലയിൽ ആകെ കോളറ ബാധിതരുടെ എണ്ണം 7 ആയി. ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പനി ബാധിച്ച് ചികിത്സ തേടിയത് 13,196 പേരാണ്. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, കഴിഞ്ഞ ദിവസമാണ് സ്പെഷ്യൽ സ്കൂളിൽ ഒരു കുട്ടി കോളറ ബാധിച്ച് മരിച്ചത്. ഇപ്പോൾ 5 പേർക്ക് കൂടി തലസ്ഥാനത്ത് മാത്രം കോളറ സ്ഥിരീകരിക്കുന്ന സാഹചര്യം. സംസ്ഥാനത്തെ ഒട്ടാകെ ഈ രോഗബാധയും പനിക്കണക്കുകളും ആശങ്കാജനകമാണോ? എന്താണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്? പനിബാധിതരുടെ എണ്ണത്തിൽ നിലവിൽ കുറവ് വന്നിട്ടില്ല. തുടർച്ചയായ 3-ാം ദിവസവും ഇപ്പോൾ 13,000-ന് മുകളിലാണ് പനി ബാധിതരുടെ എണ്ണം. പനി ബാധിച്ച് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം തുടർച്ചയായി 3-ാം ദിവസവും 13,000-ന് മുകളിലെത്തിയിരിക്കുന്നു. ഇന്ന് 13,196 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിൽ 45 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. ഇന്ന് 2 പേർ പനി ബാധിച്ച് മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണവും ഉണ്ടായിരിക്കുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിരിക്കുന്നു. 5 പേർക്ക് കൂടിയാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ 5 പേർക്കും കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഐരാണിമുട്ടത്തും മെഡിക്കൽ കോളേജിലുമായി ഐസൊലേഷൻ വാർഡുകളിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നിലവിൽ ആശങ്കകളൊന്നും അറിയിച്ചിട്ടില്ല. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഈ പനിക്കണക്കുകൾ ഉയരുന്നത് സംസ്ഥാനത്ത് ആശങ്കാജനകമാണ്. തുടർച്ചയായ 3-ാം ദിവസവും ഇത്തരത്തിൽ 13,000-ന് മുകളിൽ പനി ബാധിതരുണ്ടാകുന്നു. അതിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും കൂടി വരുന്ന സാഹചര്യമുണ്ട്. പകർച്ചവ്യാധികൾ കൂടുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലവിൽ ആശങ്ക പടർത്തുന്നുണ്ട്. പനിക്കണക്കുകൾ കൂടുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത്. ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്.